എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ടവർ മീറ്റർ. വാട്ടവർ മീറ്ററിലെ റീഡിംഗ് എടുക്കുന്നതും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വൈദ്യുത ബിൽ കണക്കാക്കുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ വീട്ടിലെ വൈദ്യുത ബിൽ ഒരു പരിധി വരെ കുറയ്ക്കാനാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ വൈദ്യുത ബിൽ കുറയ്ക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിലോ വാട്ട് അവർ എന്ന യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. ഇത് യൂണിറ്റ് എന്നും അറിയപ്പെടുന്നു. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് കിലോ വാട്ട് അവർ ആണ്. 1000 വാട്ട്, അതായത് 1 കിലോ വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് അല്ലെങ്കിൽ 1 കിലോ വാട്ട് അവർ വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? ഒരു വാട്ട് അവർ മീറ്റർ ആണ് കാണുന്നത്, അല്ലെങ്കിൽ എനർജി മീറ്റർ ആണ് കാണുന്നത്. ഇതിലൊരു LED ബൾബ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ വീട്ടിൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, നമ്മൾ ഊർജം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം, അല്ലെ? വളരെ കൂടുതൽ പവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ LED എന്ത് ചെയ്യും? തുടർച്ചയായിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതിന്റെ ഓരോ ഫങ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഒരു പുഷ് ബട്ടൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ പുഷ് ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യമായിട്ട് ഈ പുഷ് ബട്ടണിൽ അമർത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ബി ഓക്കെ എന്നാണ് കാണാൻ പറ്റുന്നത്. ബി ഓക്കെ എന്നാണ് വായിക്കുക കേട്ടോ. അതായത് ബി എന്ന് പറഞ്ഞാൽ ബാറ്ററി ഓക്കെ എന്നാണ് അതിനർത്ഥം. അതായത് ഈ വാട്ടവർ മീറ്ററിൽ എന്തുണ്ട്? ഒരു ബാറ്ററി ഉണ്ട്. അതായത് KSEBയിൽ നിന്നും മീറ്റർ റീഡിംഗ് എടുക്കാൻ വരുന്ന സമയത്ത് അവിടെ പവർ ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മീറ്റർ റീഡിംഗ് എടുക്കാൻ സാധിക്കില്ല, പവർ ഇല്ലെങ്കിൽ. പക്ഷേ ഈ വാട്ടവർ മീറ്ററിൽ എന്തുണ്ട്? ബാറ്ററി ഉണ്ട്. ആ ബാറ്ററിയുടെ സഹായത്തോടെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മീറ്റർ റീഡിംഗ് വളരെ എളുപ്പത്തിൽ നടത്താൻ പറ്റും. അതുകൊണ്ടാണ് ഒരു വാട്ടവർ മീറ്ററിൽ എന്ത് വെക്കുന്നത്? ബാറ്ററി വെക്കുന്നത്. മനസ്സിലാണല്ലോ. ഇനി ഒന്നുകൂടി ആ പുഷ് ബട്ടൺ അമർത്തുന്ന സമയത്ത് അതിന്റെ എന്താണ് കാണുന്നത്? സീരിയൽ നമ്പർ ആണ് കാണുന്നത്. ഓരോ വാട്ടവർ മീറ്ററിനും ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. ഇവിടെ എത്രയാണത്? അപ്പൊ എത്രയാണത്? 859936. അതാണ് ഇതിന്റെ സീരിയൽ നമ്പർ. ഈ വാട്ടവർ മീറ്ററിന്റെ സീരിയൽ നമ്പർ ആണ്. ഇനി പുഷ് ബട്ടൺ ഒന്നുകൂടി അമർത്തുക. അപ്പൊ എന്താണ് കാണിക്കുന്നത്? സമയമാണ് കാണിക്കുന്നത്, ടൈം, അല്ലെ? അതായത് 12:50:32, അല്ലെ? 12 എന്നാണ് മണിക്കൂറാണ്, 50 എന്ന് പറഞ്ഞ മിനിറ്റ് ആണ്, 32 എന്ന് പറഞ്ഞ സെക്കൻഡ് ആണ്. ഇനി അടുത്തത് പുഷ് ബട്ടൺ ഒന്നുകൂടി അമർത്തുമ്പോഴോ ഡേറ്റ് 25/10/21, അതായത് 25-ാം തീയതി 10-ാം മാസം, അതായത് ഒക്ടോബർ മാസം 2021. ഇനി പുഷ് ബട്ടൺ ഒന്നുകൂടി അമർത്തുക. അപ്പൊ എന്താ കാണുന്നത്? അവിടെ വോൾട്ടേജ്, നമ്മുടെ ലൈനിലുള്ള വോൾട്ടേജ് എത്രയാണത്? 244.3 വോൾട്ട് ആണ് അവിടെ ഉള്ളത്. അടുത്തത് പുഷ് ബട്ടൺ ഒന്നുകൂടി അമർത്തുമ്പോഴോ 0.67 ആംപിയർ എന്ന് കാണിച്ചിട്ടുണ്ട്, അല്ലെ? അതായത് ഫേസ് ലൈനിലുള്ള കറണ്ട്, ഫേസ് ലൈനിലുള്ള കറണ്ട് ആണ് 0.67 ആംപിയർ എന്ന് പറയുന്നത്. ഇനി പുഷ് ബട്ടൺ ഒന്നുകൂടി അമർത്തു. അപ്പൊ എന്താ നിങ്ങൾ കാണുന്നത്? 1.23 ആംപിയർ, അതായത് ന്യൂട്രൽ ലൈനിലുള്ള കറണ്ട്, NT എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പോ ന്യൂട്രൽ ലൈനിലുള്ള കറണ്ട് ആണ് അവിടെ കാണുന്നത്. ഇനി നോക്കൂ, ഇവിടെ PF എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് PF എന്ന് പറഞ്ഞാൽ? പവർ ഫാക്ടർ 0.983. അടുത്തത് പവർ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ എന്താ കാണുന്നത്? HZ, അല്ലെ? എന്താണ് HZ എന്ന് പറഞ്ഞാൽ? ഹെഡ്സ് ആണ്, അതായത് ഫ്രീക്വൻസി, ആവൃത്തി. എത്രയാണത്? 50.02. ഇന്ത്യയിൽ കൊടുക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 50 ഹെഡ്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇനി അടുത്തത് എന്താണ്? 0.298 കിലോ വാട്ട്. അതായത് ഇപ്പോ ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ കൺസ്യൂം ചെയ്യുന്ന, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ അളവാണിത്. ഇവിടെ നോക്കൂ, ഇപ്പൊ എന്താണ് വന്നിട്ടുള്ളത്? 793 കിലോ വാട്ട് അവർ. അതായത് 1 എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെ? 1 എന്ന് കൊടുത്താല് ഓരോ വൈദ്യുത ഉപഭോഗത്തെയും, ഒരു ദിവസത്തെ വൈദ്യുത ഉപഭോഗത്തെ 3 ടൈം സോണുകളാക്കി തിരിച്ചിട്ടുണ്ട്. ടൈം 1 എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ. ആ സമയത്തെ ഒരു ഉപഭോഗം, മൊത്തം ഉപഭോഗം, അല്ലെ, എന്ന് പറയുന്നത് 793 ആണ്. ഇനി ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോഴോ രണ്ടാമത്തെ ടൈം സോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? രണ്ടാമത്തെ ടൈം സോൺ എത്രയാണ്? വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ള ഉപഭോഗം, അല്ലെ? അത് പീക്ക് അവേഴ്സ് ആണ്. അവിടെയുള്ള വൈദ്യുത ഉപഭോഗം എത്രയാണ്? 280, അല്ലെ? 280 യൂണിറ്റ്സ് ആണ്. ഇനി അടുത്ത് നോക്കൂ, മൂന്നാമത്തത്, അല്ലെ? മൂന്നാമത്തത് എന്താണ്? രാത്രി 10 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയുള്ള വൈദ്യുത ഉപഭോഗം. അത് 496 യൂണിറ്റ് ആണ്. അപ്പൊ ഇത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഇതൊന്നും ബാധകമല്ല.
എല്ലാ ദിവസത്തെയും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ബില്ല് തരുന്നത്. അത് നമുക്ക് നോക്കാം. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുക? ഇവിടെ നോക്കൂ, 1569. 1569 യൂണിറ്റ് ആണ് ആകെ കൺസ്യൂം ചെയ്തത്. അപ്പോൾ KSEB മീറ്റർ റീഡർ വന്നിട്ട് ഒരു കഴിഞ്ഞ മാസം അല്ലെങ്കിൽ അതിന്റെ മുന്നത്തെ മാസം എടുത്തിട്ടുണ്ടാവും, ഒരു റീഡിംഗ് എടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ 1400 എന്തോലായിരിക്കും അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ റീഡിംഗ് എത്രയാ? 1569 ആണ്. മനസ്സിലാണല്ലോ? അപ്പൊ 2 മാസം മുമ്പുള്ള റീഡിംഗ് 1400 ആയിരുന്നു, ഇപ്പൊ 1569 ആയി. അത് നമ്മളെ ബില്ല് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കാരണം കഴിഞ്ഞ മാസത്തെ അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസത്തെ വൈദ്യുത ഉപഭോഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ മാസത്തെ ബില്ലെടുത്ത് നോക്കിയാൽ മതി, കഴിഞ്ഞ ബില്ലെടുത്ത് നോക്കിയാൽ മതി അല്ലേ? അപ്പൊ അതിൽ നിന്നും അപ്പൊ പുതിയ വാല്യൂ, അതായത് പുതിയ വാല്യൂ എത്ര? 1569. അതിൽ നിന്നും ആ ബില്ലിലെ വാല്യൂ എടുത്ത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ ഉപഭോഗം നമുക്ക് കിട്ടും. മനസ്സിലാണല്ലോ? അപ്പൊ 1569 മൈനസ് 1400 അല്ലെ? 1400 എന്ന് പറയുന്നത് പഴയ ബില്ലിലെ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ 169 എന്ന് കിട്ടും. അപ്പൊ 169 ആണ് ആകെ ഉപയോഗിച്ച വൈദ്യുത ഊർജത്തിന്റെ അളവ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു മീറ്റർ റീഡിങ്ങുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ അല്ലെ? ഇനി എങ്ങനെയാണ് KSEB ഇതിന് ബില്ലിടുന്നത്, അതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്കറിയാം മീറ്റർ റീഡ് വരുന്നത് എപ്പോഴാണ്? 2 മാസത്തിലൊരിക്കലാണ്. 2 മാസം അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലെത്തുന്നത്. അപ്പൊ 2 മാസത്തിലൊരിക്കലാണ് അവർ മീറ്റർ റീഡിങ്ങിന് വേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ ഒരു സ്ലാബ് KSEB തയ്യാറാക്കിയിട്ടുണ്ട്. ആ സ്ലാബ് എന്ന് പറയുന്നത് ഓരോ മാസത്തേക്കുമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 0 മുതൽ 40 വരെ യൂണിറ്റിന് എത്രയാ? 1 രൂപ 50 പൈസയാണ് യൂണിറ്റിനുള്ള വില. ഇപ്പം ഇവിടെ നോക്കുക, 0 മുതൽ 40 വരെയുള്ള യൂണിറ്റ് ആണ് ഉപയോഗിച്ചതെങ്കിൽ അവിടെയുള്ള എനർജി ചാർജ് എത്രയാണ്? 1 രൂപ 50 പൈസയാണ്. അപ്പൊ ഈ റേറ്റ് എന്ന് പറയുന്നത് BPL കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ റേറ്റ് ബാധകം. അതായത് 40 യൂണിറ്റിൽ താഴെ ഉപയോഗിക്കുന്ന BPL കുടുംബങ്ങൾക്കാണ് ഈ റേറ്റ് ബാധകം. ഇനി 0 മുതൽ 50 വരെ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് എന്താ വരിക? 3.15 അല്ലെ? 3 രൂപയും 15 പൈസയും വരും ഓരോ യൂണിറ്റിനും. 51 മുതൽ 100 വരെ ഉപയോഗിക്കുന്ന ആൾക്കോ 3 രൂപയും 70 പൈസയും വരും അല്ലെ? 101 മുതൽ 150 വരെ യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഓരോ യൂണിറ്റിനും 4 രൂപ 80 പൈസ വെച്ച് വരും. 151 മുതൽ 200 വരെ ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് വരും? ഓരോ യൂണിറ്റിനും 6 രൂപ 40 പൈസ വെച്ച് വരും. 201 മുതൽ 250 വരെ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരാൾക്ക് 7 രൂപ 60 പൈസ വെച്ച് വരും. മനസ്സിലാണല്ലോ? അപ്പൊ ഇവിടെ നമ്മുടെ വീട്ടിലെ 2 മാസത്തെ വൈദ്യുത ഉപഭോഗം എന്ന് പറയുന്നത് 500 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. 500 യൂണിറ്റ് ആണ്, 2 മാസത്തെ ഉപഭോഗമാണ്. പക്ഷെ KSEB എങ്ങനെ ബില്ല് തരുന്നത്? ഓരോ മാസത്തേക്കാണ് അല്ലെ? ഓരോ മാസത്തെ വെച്ചിട്ടാണ് അവിടെ സ്ലാബ് കണക്കാക്കുന്നത്. അപ്പൊ 500 യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഒരു മാസം എത്ര ഉപയോഗിച്ചിട്ടുണ്ടാവും? 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 250 ആണ് അല്ലെ? അപ്പൊ 250 യൂണിറ്റ് വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ ബില്ല് കണക്കാക്കും? ആദ്യത്തെ 50 യൂണിറ്റിന് അല്ലെ? ആദ്യത്തെ 50 യൂണിറ്റിന് എത്രയാണ്? ഓരോ യൂണിറ്റിനും 3 രൂപ 15 പൈസ. രണ്ടാമത്തെ, അതായത് 51 മുതൽ 100 വരെയുള്ള യൂണിറ്റിന് 3 രൂപ 70 പൈസ വെച്ച് കണക്കാക്കും. 101 മുതൽ 150 വരെയുള്ള യൂണിറ്റുകൾക്ക് 4 രൂപ 80 പൈസ വെച്ചും 151 മുതൽ 200 വരെയുള്ള യൂണിറ്റിന് 6 രൂപ 40 പൈസ വെച്ചും 201 മുതൽ 250 വരെയുള്ള യൂണിറ്റിന് 7 രൂപ 60 പൈസ വെച്ചും കണക്കാക്കും. അങ്ങനെയുള്ള ഒരു തുകയാണ് നമുക്ക് തരാം. അപ്പൊ അതൊരു മാസത്തേക്കുള്ളതാണ്. പക്ഷെ നമ്മൾ 2 മാസത്തേക്ക് എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് ഗുണിക്കണം. ഇനി അടുത്ത് നോക്കുക, അതായത് 250 യൂണിറ്റിൽ കൂടുകയാണെങ്കിൽ നമ്മളുടെ ഉപഭോഗം 250 യൂണിറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ വലിയൊരു വ്യത്യാസം വരും. കാരണം അവിടെ നോൺ ടെലസ്കോപ്പിക് ബില്ലിംഗ് ആണ് അവിടെ വരുന്നത്. അതായത് നമ്മൾ 250 യൂണിറ്റിൽ കൂടുകയാണെങ്കിൽ, അതായത് 300 യൂണിറ്റിൽ താഴെയാണ് ഉപയോഗിക്കുന്നത് വിചാരിക്കും ഒരു മാസം കേട്ടോ. അപ്പോൾ ഓരോ യൂണിറ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞത് 0 മുതൽ 50 വരെ യൂണിറ്റിന് ഒരു പ്രത്യേക റേറ്റ്, 51 മുതൽ 100 വരെ വേറെ റേറ്റ്, അങ്ങനെ 101 മുതൽ 150 വരെ വേറെ റേറ്റ്, അങ്ങനെയായിരുന്നു. പക്ഷേ 250 യൂണിറ്റിന് മുകളിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ യൂണിറ്റിനും നിങ്ങൾ എന്ത് കൊടുക്കണം? 5 രൂപ 80 പൈസ കൊടുക്കണം 300ൽ താഴെയുള്ള യൂണിറ്റുകൾക്ക് അല്ലേ? ഇനി 350ൽ താഴെയുള്ള യൂണിറ്റ് 0 മുതൽ 350 വരെ യൂണിറ്റുകൾ നിങ്ങൾ ഉപയോഗിച്ചെങ്കിലോ ഓരോ യൂണിറ്റിനും 6 രൂപ 60 പൈസ കൊടുക്കണം. മനസ്സിലാവുന്നോ? ഇനി 400 യൂണിറ്റ് താഴെയുള്ള വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ, അതായത് 0 മുതൽ 400 വരെയുള്ള യൂണിറ്റുകൾക്ക് താഴെയുള്ള വൈദ്യുതിയാണ് നിങ്ങൾ ഉപയോഗിച്ചതെങ്കിൽ ഓരോ യൂണിറ്റിനും 6 രൂപ 90 പൈസ നിങ്ങൾ നൽകണം. ഇനി 0 മുതൽ 500 വരെയാണെങ്കിലോ ഓരോ യൂണിറ്റിനും 7 രൂപ 10 പൈസ. ഇനി 500 യൂണിറ്റ് മുകളിലാണ് ഓരോ മാസം നിങ്ങൾ ഉപഭോഗമെങ്കിൽ 7 രൂപ 90 പൈസ അടയ്ക്കണം. അപ്പം 250 യൂണിറ്റിൽ കൂടുതലായാൽ, ഒരു മാസത്തെ ഉപഭോഗം 250 യൂണിറ്റിൽ കൂടുതലായാൽ നിങ്ങളുടെ വൈദ്യുതി ബില്ലിൽ
വളരെയധികം വ്യത്യാസം വരും. കൂടുതൽ എമൗണ്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വാട്ടർ മീറ്ററിലെ റീഡിംഗ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. ഓരോ മാസത്തെയും ഉപഭോഗം 250 യൂണിറ്റിൽ കൂടുതലാവാതെ ശ്രദ്ധിക്കുക, അല്ലെ? അങ്ങനെ 250 യൂണിറ്റിൽ കൂടുതലാവാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തുടർന്നുള്ള ദിവസങ്ങളിൽ വൈദ്യുത ഉപഭോഗം കുറയ്ക്കുക. ഇലക്ട്രിസിറ്റി ബിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം? വൈദ്യുതിയുടെ ഉപഭോഗം ആവശ്യത്തിന് മാത്രം, അല്ലെ? വൈദ്യുതി ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ആവശ്യം കഴിഞ്ഞാൽ ബൾബുകൾ, അതുപോലെ ഫാനുകളൊക്കെ ഓഫാക്കുക. വലിയ പവർ കൂടിയ ഉപകരണങ്ങളായ ഇൻഡക്ഷൻ കുക്കർ, ഗ്രൈൻഡർ തുടങ്ങിയൊക്കെ എന്ത് ചെയ്യുക? ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി ചെയ്യുക. ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യുക? നിങ്ങളുടെ മീറ്റർ റീഡിംഗ് ഒന്ന് എടുക്കുക, അല്ലേ? ആ മീറ്റർ റീഡിംഗ് എടുത്തിട്ട് നിങ്ങളുടെ വൈദ്യുത ഉപഭോഗം കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ വീട്ടിലെല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും വൈദ്യുത ബിൽ കുറയ്ക്കാൻ പറ്റും. നമ്മുടെ രാജ്യത്തിന്റെ ഊർജത്തെ നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് സാധിക്കും. നമുക്കറിയാം, ഇപ്പോൾ കൽക്കരി ക്ഷാമം, അല്ലെ? അതുപോലെ ഇന്ധനക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ നമ്മുടെ രാജ്യത്തെ ഇന്ധനക്ഷാമത്തെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ഈ ഇന്ധനങ്ങളൊക്കെ നമുക്കുള്ളത് മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയ്ക്ക് കൂടിയുള്ളതാണ്. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.